മുഖ്യമന്ത്രി അതിലേക്ക് നമുക്ക് വരും ദിവസങ്ങളിൽ സംസാരിക്കാം. മുഖ്യമന്ത്രിയുടെ പ്രചരണമൊക്കെ എന്തായിരുന്നു? ഇടതുപക്ഷ രാഷ്ട്രീയമായിരുന്നോ അതോ BJP വെക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ തനിപ്പകർപ്പായിരുന്നോ എന്നുള്ളതൊക്കെ ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി വലിയ രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചെങ്കിൽ പോലും ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് മുന്നണിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അല്ല, നമ്മളൊക്കെ ആഗ്രഹിച്ചു, പക്ഷേ യാഥാർത്ഥ്യം വളരെ വ്യത്യസ്തമാണ്. പക്ഷേ അവിടെ ഇന്ത്യ മുന്നണിക്ക് കൈപ്പിടിയിൽ ഒതുങ്ങാതെ പോയത് ഒറീസ, ആന്ധ്ര എന്ന 2 സംസ്ഥാനങ്ങളാണ്. അത് തികച്ചും പ്രാദേശിക വിഷയങ്ങൾ അവിടെ മുന്നോട്ട് വന്നപ്പോൾ അവിടെയാണ് അല്പം കണക്കുകൂട്ടൽ തെറ്റിയിട്ടുള്ളത്. ആ 2 സംസ്ഥാനങ്ങളിലെ ജനവിധി മാറിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ആധികാരികമായി പറയാറുണ്ട്. ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ കാത്തിരിക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടെ, ഇപ്പം ഇങ്ങനെ ഒരു വിജയം കേരളത്തിലെ ജനങ്ങൾ UDF-ന് സമ്മാനിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും UDF-ന്റെ പ്രവർത്തനം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണം. ഇനിയും തെരഞ്ഞെടുപ്പ് വരാനുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാനുണ്ട്. താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തനം കൃത്യമായിട്ട് കോൺഗ്രസിന് ഉൾപ്പെടെ നടക്കുന്നില്ല. എങ്ങനെയൊരു സ്വയം വിമർശനത്തിന് കൂടി ഈ തെരഞ്ഞെടുപ്പ് എന്തെങ്കിലും ഒരു പാഠം നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും 2 കാര്യം. അതിലൊരു മറുവശമുണ്ട്. കോൺഗ്രസ് തകർന്നടിഞ്ഞു, ബൂത്തിലാളില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഇത്ര മിന്നുന്ന ഒരു വിജയം വരുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വോട്ട് ബാങ്ക് അല്ലെങ്കിൽ UDF-ൻ്റെ ഒരു വോട്ട് ബാങ്ക് അവിടെ സുരക്ഷിതമായി ഉണ്ട് എന്നുള്ള ബോധ്യപ്പെടുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ 2019 19 സീറ്റ് വിജയിച്ചപ്പോൾ ഞങ്ങൾ സുഖമായിട്ടങ്ങ് ജയിക്കാൻ പോകുന്നു എന്ന ഓവർ കോൺഫിഡൻസിനോടുകൂടി അതിനുശേഷം നീങ്ങിയത് തിരിച്ചടിയായി. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണും നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണും തികച്ചും വ്യത്യസ്തമാണെങ്കിൽ പോലും ഇത്ര ഭീകരമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം കേരളം ദർശിക്കുന്നത് നമ്മുടെയൊക്കെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ്.